എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഏതായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് കിടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ വാർത്തയിലേക്ക് കിടക്കാം. വാർത്ത എന്താണെന്ന് വെച്ചാൽ, വിദ്വേഷ പ്രസംഗത്തിൽ ഒന്നാമത് മോദിയും യോഗിയും. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പ്രസംഗങ്ങളിൽ വൻ വർധനവ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പ്രസംഗങ്ങളിൽ അമ്പരിപ്പിക്കുന്ന വർധനവുണ്ടായെന്ന് റിപ്പോർട്ട്. വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഗവേഷണ ഗ്രൂപ്പായ ഇന്ത്യ ഹേറ്റ് ലാബിൻ്റെതാണ് റിപ്പോർട്ട്. റിപ്പോർട്ട് അനുസരിച്ച് മുസ്ലിം, ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷ പ്രസംഗങ്ങളുടെ എണ്ണം 2024 1165 ഉയർന്നു. മുൻ വർഷങ്ങളിൽ ഇത് 668 74% വർധനവുണ്ടായി. ഇതിൽ ഭൂരിഭാഗവും ഏകദേശം 98% മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ലക്ഷ്യം വെച്ചുള്ളവയാണ്. 2024 മാർച്ച് 16 ജൂൺ 1 ഇടയിലാണ് വിദ്വേഷ പ്രസംഗ സംഭവങ്ങളുടെ 1/3 ഭാഗവും സംഭവിച്ചതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു ഭൂരിപക്ഷത്തെ അണിനിരത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ BJPയും തന്റെ പ്രചാരണ വേളയിൽ മുസ്ലിങ്ങൾക്കെതിരെ വലിയ തോതിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയതായി വിമർശകരും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും പറഞ്ഞു. തന്റെ റാലികളിൽ മോദി മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിശേഷിപ്പിച്ചു. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി വിജയിച്ചാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് അവകാശപ്പെട്ടു. ന്യൂനപക്ഷ വിഭാഗങ്ങളോട് വിവേചനം കാണിക്കുന്നില്ലെന്ന് മോദിയും അദ്ദേഹത്തിന്റെ BJPയും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഭരണഘടനാപരമായി മതേതരത്തെ മുറുകെ പിടിക്കുന്ന ഒരു രാഷ്ട്രമായ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ മോദിയുടെ ഹിന്ദു ദേശീയവാദ പാർട്ടി ശ്രമിക്കുന്നു എന്ന് വിമർശകർ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ വിദ്വേഷ പ്രസംഗ പരിപാടികളിൽ ഏകദേശം 30% BJP സംഘടിപ്പിച്ചതായി കണ്ടെത്തി. ഇത് മുൻ വർഷങ്ങളെക്കാൾ ഏകദേശം 6 മടങ്ങ് കൂടുതലാണ്. പാർട്ടി നേതാക്കൾ മാത്രം 452 വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി. മുൻ വർഷത്തേക്കാൾ 350% വർധനവാണിത്. പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് ഭൂരിപക്ഷവും രേഖപ്പെടുത്തിയത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗം നടത്തിയിരിക്കുന്നത്, 86 തൊട്ട് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 67. അമിത്ഷാ ആണ് മൂന്നാമത്, 58. മോദിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ദേശീയവാദികളെ പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചു. ഇത് മുസ്ലിങ്ങളെ അന്യായമായി ലക്ഷ്യമിടുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു. ഒപ്പം ഇത് നിയമനിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് അധികാരം നൽകുന്നു. ഇന്ത്യയിലെ മുൻ ഇസ്ലാമിക ഭരണാധികാരിയുടെ ചരിത്രത്തെ കുറച്ചു കാട്ടാൻ പാഠപുസ്തകങ്ങൾ മാറ്റി എഴുതി. മുഗൾ കാലഘട്ടത്തിലെ പേരുള്ള നഗരങ്ങളുടെയും തെരുവുകളുടെയും പേര് മാറ്റി. സർക്കാർ ഭൂമിയിൽ അനധികൃതമായി കയ്യേറിയെന്നും കലാപം നടത്തിയെന്നും ആരോപിച്ച് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ അധികാരികൾ പൊളിച്ചു മാറ്റി. 2019 ഇന്ത്യയിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായ ജമ്മുകാശ്മീരിന്റെ പ്രത്യേക സ്വയം ഭരണാവകാശം പിൻവലിക്കുകയും അതിനെ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. 2019 പൗരത്വ നിയമം കർണാടകയിൽ BJP അധികാരത്തിലിരുന്നപ്പോൾ സ്കൂളുകളിൽ മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചത്. ഇതിനൊപ്പം BJPയും ഘടകകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിം ഉടമസ്ഥതയിലുള്ള വീടടക്കമുള്ള കെട്ടിടങ്ങളാണ് അനധികൃതമായി പൊളിക്കൽ തുടങ്ങിയവയൊക്കെ വിദ്വേഷപരമായ ഇടപെടലായി വിവിധ മനുഷ്യാവകാശ സാമൂഹിക സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യയെക്കുറിച്ചുള്ള പക്ഷാപാതമായ റിപ്പോർട്ടാണ് പുറത്തു വന്നത് എന്ന് ഇതേസമയം BJP ആരോപിച്ചു. അതായത് ഈ സംഗതി ന്യൂയോർക്ക് ആസ്ഥാനമാക്കിയിട്ടുള്ള ഇന്ത്യ ഹേറ്റ് ലാബിൻ്റെതാണ് ഈ റിപ്പോർട്ട്. അപ്പോൾ ഈ കുറേ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നൊരു സംഘടനയാണ്. ഇവർ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും മനുഷ്യാവകാശ ലംഘനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിരന്തരമായി ചൂണ്ടിക്കാണിക്കുന്ന, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഗവേഷണം ചെയ്യുന്ന, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ, അതിനുണ്ടായ കാരണങ്ങൾ, അങ്ങനെ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളിലേക്കും ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്കും രാഷ്ട്രങ്ങളും രാഷ്ട്രത്തിൻ്റെ തലവന്മാരും കിടക്കുന്നതിനെ കുറിച്ചുള്ള വിശദമായ പഠനങ്ങളൊക്കെ ഇവർ മുൻപ് പല സമയത്തായിട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. മുൻപ് ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം ഏറ്റെടുത്തപ്പോഴും ഇതേ ഗ്രൂപ്പ് അവരുടെ ഗവേഷണ ഫലം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ടാവാൻ സാധ്യതയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും മറ്റും ഇവർ അന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതുപോലെ ഈ അടുത്തുണ്ടായ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം, യുക്രൈൻ റഷ്യ പ്രശ്നം, ഇത്തരം എല്ലാ വിഷയങ്ങളിലും അവർ ഇടപെടുന്ന ഒരു ഗവേഷണ ടീം തന്നെയാണ് ഈ വാഷിങ്ടൺ ആസ്ഥാനമായിട്ടുള്ള ഈ ഹേറ്റ് ലാബ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്.
ഇവർ കാര്യമായിട്ടും ഇന്ത്യയിലെ ചില മനുഷ്യാവകാശ ലംഘനങ്ങളാണ് കൂടുതലായും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം, ഈ വിദ്വേഷ പ്രസംഗങ്ങൾ കൂടുതലും നടത്തിയിരിക്കുന്നത് BJP ആണ്. അതായത് ഒരു രാജ്യം ഭരിക്കുന്നത്, നമ്മൾ പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു, വേലി തന്നെ വിളവ് തിന്നുക പറയുന്നത് പോലെ തന്നെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ആ പ്രധാനമന്ത്രി പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയും സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നത് എന്തൊരു കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നുമില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭരണഘടന, ലോകത്ത് തന്നെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ കാണപ്പെടുന്നത്. ഡോക്ടർ BR അംബേദ്കർ കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ആ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ ഭരണവും ചലിക്കുന്നത് തന്നെ. അപ്പോൾ ഇത്തരം ഒരു രാജ്യത്ത് മറ്റുള്ള രാജാക്കന്മാർ ഭരിക്കുന്ന രാജഭരണമുള്ള രാജ്യങ്ങളിലുള്ളതിനേക്കാൾ അപ്പുറം ഞാൻ എല്ലാ രാജ്യവും 100% മനുഷ്യാവകാശ ലംഘനങ്ങളില്ലാത്ത രാജ്യങ്ങളാണെന്നൊന്നും അവകാശപ്പെടാൻ ഞാനില്ല. പല രാജ്യങ്ങളിലും പല വിധത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്നുണ്ട്. അതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റു പല വിഭാഗങ്ങളും അത്തരത്തിൽ ലംഘനങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിച്ച് വന്നിരുന്ന ഒരു രാജ്യം. ഇത്തരമൊരു രാജ്യത്ത് ഇത്തരമൊരു വർഗീയ വിഷം എന്ന് തന്നെ പറയേണ്ടി വരും. അതേതെങ്കിലും ഒരു ചെറുകിട നേതാക്കന്മാർ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ അല്ലെങ്കിൽ ഒരു വാർഡിലോ ഒതുങ്ങി നിൽക്കുന്ന നേതാക്കന്മാർ പറയല്ല. ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട BJP അല്ലെങ്കിൽ RSS ഏറ്റവും വലിയ RSS BJP നേതാക്കളായിട്ടുള്ള യോഗിയും മോദിയും അമിത്ഷായും, ഈ 3 പേരും തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരം വർഗീയ പ്രസംഗങ്ങൾ നടത്തിയതെന്ന് ശ്രദ്ധിക്കുകയും കൂടെ വേണം. എന്തൊക്കെ പറഞ്ഞാൽ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു മുസ്ലിം ജനങ്ങളായാലും ക്രിസ്ത്യൻസ് ആയാലും മറ്റേത് വിഭാഗങ്ങളായാലും ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കും മറ്റുള്ള പാർട്ടികൾക്കൊക്കെ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൊരു ജന തന്നെയല്ലേ. ഇത്തരം ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്തരം വർഗീയ വിഷം കുത്തിവെക്കുന്നത് എന്തൊരു അപകടം വരുത്തുന്നതെന്ന് അറിയൂ. നിങ്ങൾക്കൊരു പക്ഷേ തൽക്കാലികം ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ അല്ലെങ്കിൽ UP ഇലക്ഷൻ ഇതുപോലുള്ള ഏതെങ്കിലും ഇലക്ഷൻ സമയത്ത് മാത്രം അവിടെ വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രം മാത്രമായിരിക്കും. പക്ഷേ ഇതിന് പിന്നിലുള്ള വലിയ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങൾ ആരും അഡ്രസ്സ് ചെയ്യുന്ന പോലുമില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ കേരളം ഏറ്റവും മതേതര സ്വഭാവമുള്ള സംസ്ഥാനമാണ്. ഈ കേരളത്തിൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ, ഞാൻ ഇതിൻ്റെ മുമ്പേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സിനിമാ മേഖലയിൽ പോലും മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും അതുപോലെ മറ്റുള്ള നടന്മാരുടെ ഫാൻസും ഒക്കെ ഈ സിനിമാ മേഖലയിൽ പോലും ഇത്തരം വർഗീയ വിപത്തുകൾ കയറിക്കൂടിയിട്ടുണ്ട്. ഇതിനൊക്കെ ആധാരം ഇത്തരം പ്രസംഗങ്ങൾ നടത്തുന്ന വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ കൊടുക്കുന്ന പിൻബലാണ്. കാരണം എന്തൊക്കെ വർഗീയ വിഷം വിളമ്പിയാലും ഇന്ത്യയിൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ആളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയാൽ, അങ്ങനെ ഒരു വിദ്വേഷ പ്രചരണം നടത്തിയാൽ ഇന്ത്യയിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സമീപനങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നത് വലിയ വിപത്തിലേക്കാണ് പോകുന്നത്. വലിയ വർഗീയ കലാപങ്ങളിലേക്കും വലിയ വർഗീയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പള്ളികൾക്കടിയിൽ ശിവലിംഗം തപ്പുക, അതുപോലെ മറ്റുള്ള ഹിന്ദു ഇതര ആരാധനാലയങ്ങൾക്കടിയിൽ ഇതുപോലുള്ള മറ്റുള്ള ക്ഷേത്രാവശിഷ്ടങ്ങൾ തപ്പുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. മുസ്ലിം വീടുകൾ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കലാപുണ്ടാക്കാൻ ശ്രമിക്കുക, മുസ്ലിം പള്ളികൾ തകർക്കാൻ ശ്രമിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ രീതിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിംസിന്, ക്രിസ്ത്യൻസിനും മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻസും നല്ല രീതിയിൽ വിപത്തുകൾ നേരിടുന്നുണ്ട്. അത് മറന്നു പോകരുത്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യയിൽ മുസ്ലിം വിഭാഗം നേരിടുന്നത് വലിയ പീഡനങ്ങളും വലിയ പ്രശ്നങ്ങളുമാണ്. ഈ ബീഫിൻ്റെ പേരിൽ അല്ലെങ്കിൽ പശുക്കടത്ത് ആരോപിച്ചിട്ട് എത്ര പേരാണ് തല്ലിക്കൊല്ലുകയും ജീവച്ചവാക്കുകയും ചെയ്ത്. ഒന്നുമില്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വില പശുവിനേക്കാൾ മുകളിലാണ് ചിന്തിക്കാൻ പോലുള്ളൊരു സാമാന്യ ബോധമില്ലാത്ത രീതിയിൽ നമ്മുടെ ഒരു വിഭാഗം ജനത മാറിപ്പോയി. അതിനൊക്കെ പ്രധാന കാരണം എന്താണ്? ഇത്തരം വലിയ നേതാക്കന്മാർ പറയുന്ന വലിയ വർഗീയ പരാമർശങ്ങളാണ്. ഇപ്പോൾ മുൻപൊക്കെ ഇത്തരം വർഗീയ പ്രശ്നങ്ങളൊക്കെ വളരെ റെയറായിട്ട് മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്യാറുള്ളത്. പക്ഷേ BJP അധികാരത്തിൽ വന്നത് തൊട്ട് ആ അധികാരം നിലനിർത്താൻ
കൂടുതൽ വോട്ട് ആർക്കാണോ അവരെ കൂടുതൽ പ്രലോഭിപ്പിക്കുക, അവരെ കൂടുതൽ വർഗീയമായി ചിന്തിപ്പിക്കുക. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എത്രയൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാലും ഈ മതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു പിന്നെ ജനങ്ങൾക്കിടയിൽ ആളുകൾക്കിടയിൽ ഒരു പ്രത്യേക ഒരു പിന്നെ വിഭാഗീയത സൃഷ്ടിക്കാൻ ഏറ്റവും പ്രധാനമാകുന്നൊരു കാര്യം തന്നെയാണ്. അത്രത്തോളം വികാരം കയറുന്ന മറ്റൊരു സംഭവം ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് നിന്നല്ല. മതം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വികാരം, അതെല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും അങ്ങനെ തന്നെ. മുസ്ലിങ്ങൾക്കാണെങ്കിലും അവരുടെ ഇസ്ലാം മതം, ക്രിസ്ത്യൻസിനാണ് അവരുടെ ക്രിസ്ത്യൻ മതം ഒക്കെ, അവരുടെ വികാരങ്ങൾ അതിലുള്ള ചില കാര്യങ്ങൾ തൊട്ട് കളിക്കുമ്പോൾ, അതിലുള്ള ചില വിഷയങ്ങളിലേക്ക് മറ്റുള്ളവർ എത്തി നോക്കുമ്പോൾ അവർ വികാരഭരിതരാകും. അത്തരം വികാരങ്ങളിലേക്ക് ഇന്ത്യൻ ജനതയെ കൊണ്ടെത്തിക്കാൻ ഇത്തരം വലിയ നേതാക്കന്മാർ ശ്രമിക്കുന്നത് വലിയൊരു മോശം എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യൻ ജനത കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന ഒരു ജനാധിപത്യവും ഒരു മതേതരത്വ സ്വഭാവവും നാനാത്വത്തിൽ ഏകത്വം എന്ന ഗാന്ധിജിയുടെ വലിയ വീക്ഷണവും ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ ജനങ്ങൾ കാലങ്ങളായിട്ട് അനുഭവിച്ചു പോരുന്ന, അവിടെ ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചില കലാപങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ 10 മടങ്ങ് വലിയ തോതിൽ വർധനവുണ്ടായത് ഈ ഒരു കുറഞ്ഞ കാലയളവിലാണെന്നുള്ളത് മറക്കാതെ പോകരുത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരമൊരു ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം സമീപനങ്ങളിലേക്ക് ഇത്തരം വലിയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് മോദിയെപ്പോലെ, യോഗിയെപ്പോലെ വലിയ ജനസമ്മതിയുള്ള വലിയൊരു വിഭാഗം ആരാധിക്കുന്നത് എന്ന് തന്നെ പറയാം. വലിയ വിഭാഗം ആളുകൾ പിന്നെ വലിയ നേതാവായി കാണുന്ന ആളുകൾ, അമിത്ഷായെ പോലെയുള്ള ആളുകൾ ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുക എന്ന് പറയുന്നത് വലിയൊരു വിപത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം വർഗീയ സ്വഭാവമുള്ള കമൻറ്റുകളും വർഗീയ സ്വഭാവമുള്ള ഇടപെടലുകളും എല്ലാ മേഖലയിലേക്കും പന്തലിച്ചിട്ടുണ്ടെന്ന് അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് സിനിമയിലുണ്ട്, പിന്നെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സിനിമയിലും സ്പോർട്സിലും മറ്റുള്ള എല്ലാ മേഖലയിലും ഇത്തരമൊരു വർഗീയ സ്വഭാവമുള്ള ഇടപെടലുകൾ നടന്നു വരുന്നുണ്ട്. അതിനൊക്കെ പ്രധാന കാരണം ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശക്തമായ ചില പിന്നെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളും അവരുടെ ശക്തമായ പിന്തുണയും കൂടിയാണ്. ഇത് ആരും മറക്കാതെ പോരുത്. അപ്പം ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇത്തരം വലിയ നേതാക്കന്മാർ ഇത് നിർത്താൻ പോകുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ, ഒരു മതേതര ഇന്ത്യയെ വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ ഇത് പറയാതെ പോകാൻ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയം എന്ന് പറയണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഇത്തരം ഒരു വർഗീയ പരാമർശങ്ങൾ, കുറഞ്ഞപക്ഷം വർഗീയ നിലപാടുകളിൽ നിന്നൊന്ന് പിൻവാങ്ങി ജനാധിപത്യ മതേതര മൂല്യമുള്ള നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല എന്നറിയാം, എന്നാലും കൂടെ പറയാണ്, എന്തെങ്കിലും ഒരു മാറ്റം ഇന്ത്യ മഹാരാജ്യത്ത് ഇനിയെങ്കിലും വരണം. ഇത്തരം വർഗീയ പ്രസംഗങ്ങളും ഇത്തരം വർഗീയ പരാമർശങ്ങളും നിർത്തി ഒരു ജനാധിപത്യ ഇന്ത്യ വാർത്തെടുക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് പ്രത്യേകം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ചെറിയൊരു വിഷയം പറയാൻ വേണ്ടി ശ്രമിച്ചാണ്, കുറച്ചൊക്കെ വലിച്ചു നീട്ടിയിട്ടുണ്ട്. എന്നാലും കൂടെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.